ബിബി ഹൗസിൻ്റെ ഉള്ളിലെ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത്. എല്ലാവരും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് അവിടെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം ഫുഡ് കഴിച്ചതിന് ശേഷം ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു സ്കിറ്റ്, ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ്. അപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരുടെ ടീമിൽ ഇവരിങ്ങനെ പറയുകയാണ്, നമുക്ക് ഇന്നലെ ജാസ്മിൻ കിടന്ന് കരഞ്ഞില്ലേ, അവൾക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് അവൾ ആ കരഞ്ഞിട്ട് കാണിച്ച ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്താലോ. അപ്പം ഗബ്രി പറയുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല, അവൾക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്കതൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇവിടെ തിരിച്ച് വേറൊരു നീ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ജാസ്മിൻ നീയായിട്ട് തന്നെ അഭിനയിക്ക്, ഞാൻ ഗബ്രി ആയിട്ട് ചെയ്യാം, അല്ലെ നീ ജിൻഡോ ആയിട്ട് ചെയ്യുന്നൊക്കെ ശ്രീധുവിനോട് പറയുന്നുണ്ട് കേട്ടോ, ശ്രീലേഖ. എന്നിട്ട് അവർ അതിനെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ടുള്ള ഡിസ്കഷനൊക്കെ നടക്കുകയാണ്. അപ്പോഴാണ് അടുത്ത അടി പൊട്ടുന്നത്. നോറയുടെയൊക്കെ ടീമിൽ ജാൻമണിയായിട്ട് ഇന്നലെ ജാൻമണി നോറയും തമ്മിലുള്ള ഇഷ്യൂസ് സ്കിറ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നോറ ഈ ടീമിൽ കളിക്കാൻ ഉണ്ടാവില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ അതിനെതിരായിട്ട് നിൽക്കുകയാണ്. ഒരിക്കലും പുറത്തിറങ്ങാത്ത സായി വരെ ഇറങ്ങി അടി ഉണ്ടാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് പൂജയോടൊക്കെ തട്ടി കയറുന്നുണ്ട് നോറ. എല്ലാവരോടും ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ചെയ്യുന്ന ഒരാളായിട്ട് എന്നെ എന്തിനാണ് മാറ്റുന്നതെന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ പൂജയൊക്കെ പറയുന്നുണ്ട്, അപ്പം നീ തന്നെയല്ലേ ഈ ജാൻമണി നീയായിട്ടുള്ള ഇഷ്യൂസ് നീ വലിച്ചു നീട്ടണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ പിന്നെ ഈ ഒരു ഇഷ്യൂയിലൂടെ, ഈ ഒരു സ്കിറ്റിലൂടെ ഇതെന്തിനാണ് വീണ്ടും കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ പവർ ടീമാണ്, ഞങ്ങളോട് പറ എന്താണ് നിൻ്റെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് ഇവരൊന്നും പറയുന്നില്ല. നോറ എനിക്ക് ആരെയും കാണണ്ട, എല്ലാവരും എൻ്റെ അടുത്തുനിന്ന് പോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ വന്ന് അടുത്തിരുന്ന് ചോദിക്കുന്നുണ്ട്, മോളെ എന്താ പ്രശ്നം, മോളെ എന്നോട് പറ, ക്യാപ്റ്റനായിട്ട് പറ, എനിക്ക് ആരെയും കാണണ്ട, എഴുന്നേറ്റ് പോകും, എനിക്ക് സ്പേസാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് നോറ ആരോടും മിണ്ടാതെ അവിടെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. വീണ്ടും 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 കുത്തി ചോദിച്ചിട്ടും ഒന്നും പറയാതെ നോറ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര കരച്ചിലാണ്. എന്നാൽ അഭിഷേകും സായിയൊക്കെ ഭയങ്കരമായിട്ട് ചൂടായിട്ടുണ്ട് നോറയുടെ അടുത്ത്. നിനക്ക് സംസാരിക്കാൻ എപ്പോഴും സ്പേസ് തരലുണ്ട്, നീ വാ തുറന്ന് സംസാരിക്കലുണ്ട് എല്ലായിടത്തും എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇതൊന്നും നടക്കില്ല കേട്ടോ നോറ എന്നൊക്കെ പറഞ്ഞ് സായിയൊക്കെ ഭയങ്കരമായിട്ട് ചൂടായി. അഭിഷേകൊക്കെ എന്താ നിനക്ക് മാത്രമേ സംസാരിക്കാൻ വോയിസ് ഉള്ളോ, നിനക്ക് മാത്രമേ സൗണ്ട് ഉണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു അഭിഷേകൊക്കെ ഭയങ്കരമായിട്ട് ചൂടായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി, ബാത്റൂമിൻ്റെ സൈഡിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും പുറത്ത് കൂട്ടിരുന്ന് എന്താണ് ശരിക്കുള്ള പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ പവർ ടീമിലെ അംഗങ്ങൾ വന്നിട്ട് എന്താ ശരിക്കും പ്രശ്നം എന്ന് ചോദിക്കണം. അപ്പോൾ സായി അവരോട് പറയാണ്, ജാൻമണി ആയിട്ടുള്ള അവരുടെ നോറയും ജാൻമണി ആയിട്ടുള്ള ആ ഒരു ഇഷ്യൂ സ്കിറ്റിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ നോറ കളിക്കില്ല, സ്കിറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അവൾ തന്നെയാണ് പറയൽ, ഞങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് വലിച്ചു നീട്ടിക്കൊണ്ട് പോകണ്ടെന്നുള്ളത്. പിന്നെ അവൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആരാണത് ആദ്യം പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ അഭിഷേകാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ. അപ്പോൾ അഭിഷേക് പറയുകയാണ്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ജാൻമണിയായിട്ട് ഞാൻ അഭിനയിക്കാം, എനിക്കതിന് കഴിയും, അങ്ങനെ ഒരു ചാൻസ് എനിക്ക് തരൂ എന്നാണ് പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമല്ല പറഞ്ഞത്. പേഴ്സണൽ ഗ്രഡ്ജിലേക്ക് കൊണ്ടുപോയത് നോറയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം നടക്കുന്നത്. അവസാനം ശരണ്യ വന്നിട്ട് പറയുകയാണ് അവിടെ നിന്നിട്ട്, നമ്മൾ ബിഗ് ബോസിനെ റെസ്പെക്റ്റ് ചെയ്യണം, നമുക്കൊരു ടാസ്ക് തന്നേക്കാണ്, നമ്മൾ വൈകിക്കൂടെ, നമുക്ക് അതിനുള്ള പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയണം. അപ്പോൾ എല്ലാവരും ശരി വരുന്നവർ വരട്ടെ, ഇല്ലാത്തവർ വരണ്ട എന്നുള്ളൊരു മൈൻഡിൽ സായും ടീമൊക്കെ പോയിട്ട് ചെയ്യാണ്. പിന്നെ ശരണ്യയും മുടിയനും കൂടെ വീണ്ടും നോറയുടെ അടുത്തുകൂടി സംസാരിക്കുകയാണ്, നിന്നോട് ഒറ്റയ്ക്കിട്ടിട്ട് കരഞ്ഞിട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, എന്താണ് നിൻ്റെ പ്രശ്നം, നീ വാ, നിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയണം, നിങ്ങളാരും ഒന്നും പറയണ്ട, ഞാൻ ഒറ്റയ്ക്ക് തന്നെ വന്നു പോലും കളിക്കുന്നത്, അതിന് നിങ്ങളാരും വേറെ എക്സ്പ്ലനേഷൻ ഒന്നും തരണ്ടെന്ന് പറഞ്ഞിട്ട് നോറ വീണ്ടും വീണ്ടും നിന്ന് കരയാണ്. പുള്ളിക്കാരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തയ്യാറാവണില്ല. ശരണ്യ ലാസ്റ്റ് പറയുന്നുണ്ട്, ഇതൊരു ടാസ്ക്കാണ്, ഗ്രൂപ്പ് ടാസ്ക് ആകുമ്പോൾ നമ്മൾ ഒരാൾ മാറി നിൽക്കാൻ പാടില്ല, അത് മോശമാണ്. നോറ അവിടെ വീണ്ടും വീണ്ടും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.